ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമുക്കും ഉണ്ട്. അപ്പം അതിനു വേണ്ടി ടൈം എന്താ പറയാ കണ്ടെത്താനായിട്ട് ഇപ്പം കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. ബർത്ത് ഡോക്യുമെന്റ് ചെയ്യുന്നത് ഒരു എന്താ പറയാ വല്ലാത്തൊരു എനർജിയാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്ന ഒരു ബേബീസിന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല, ഫ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ല, ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി. അതെ അതെ. ആ ഫോട്ടോസ് കാണുമ്പം ഞാൻ സെൽഫ് എൻ്റെ ഒരു വുമൺ എന്ന് പറയുന്നത് എത്ര പവർഫുൾ ആണ്, നമ്മൾ ക്രിയേറ്റർ ആണ് എന്നുള്ള ഒരു എനർജി ഇപ്പോഴും ഫീൽ ചെയ്യും. ഇപ്പോഴും ഫീൽ ചെയ്യും. അതുപോലെ ഇനിയിപ്പം ബർത്ത് ഡോക്യുമെന്ററിയും കൂടെ ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഹായ് ഓൾ, റേസ് ഫ്രം ദ ഹാർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് ന്യൂ ബോൺ ആൻഡ് മെറ്റേണിറ്റി ഫോട്ടോഗ്രാഫി സ്പെഷ്യലിസ്റ്റ് മിഥു ശ്രീനിവാസ് ആണ്. മിഥുയിലേക്ക് ഹായ് മിഥു, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. അപ്പോൾ മിഥുവിൻ്റെ പ്രൊഫഷനെ കുറിച്ച് തന്നെയാണ് കൂടുതലായിട്ട് എനിക്ക് അറിയാൻ ഇൻട്രസ്റ്റ്. എങ്ങനെയാണ് ഈ പ്രൊഫഷനിലേക്ക് കറക്റ്റായിട്ട് ഈ മെറ്റേണിറ്റി ആൻഡ് ന്യൂ ബോൺ സെഷനിലേക്ക് വന്നത്? മെറ്റേണിറ്റി ആൻഡ് ന്യൂ ബോൺ എൻ്റെ കുഞ്ഞ് ഉണ്ടായതിന് ശേഷമാണ് ഈ ഒരു ഏരിയയിലോട്ട് സ്പെഷ്യലൈസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുണ്ടായിരുന്നത് അന്ന് ആ സമയത്ത്? ഇൻട്രസ്റ്റ് വന്നതിന് ശേഷം എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ചെയ്തിരുന്നത്? ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ മൂത്ത ആൾക്കിപ്പം 8 വയസ്സാവാൻ പോകുന്നു. ഒരു മോർ ദാൻ 10 years ആയിട്ട് ഞാൻ ഫോട്ടോഗ്രാഫി ഫീൽഡിലുണ്ട്. ബട്ട് ദെൻ മോനുണ്ടായതിന് ശേഷമാണ് ആ ഒരു ബേബി മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുമ്പോൾ ആസ് എ പാരൻറ്റ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പഠിക്കാനുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഒരു 8 years ബിഫോർ എന്ന് പറയുമ്പോൾ ഇവിടെ മെറ്റേണിറ്റി ഫോട്ടോഗ്രാഫി, ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഇല്ല. ഇവിടെ അത്ര പോപ്പുലർ അല്ലാന്ന് മാത്രമല്ല ഒട്ടുമേ ഇല്ല. നമ്മൾ എടുക്കും, നോർമൽ ഫോട്ടോസ് എടുക്കുന്നതല്ലാതെ ഒരു സ്പെഷ്യലൈസേഷൻ ഒന്നും ഉള്ള സമയമായിരുന്നില്ല. മാത്രമല്ല ഒരുപാട് ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്ന ഒരു ബേബീസിന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല, ഫ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ല, ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല, ബേബീസിനെ കുഞ്ഞുങ്ങൾ പുറത്തിറക്കാൻ പോലും കുറെ ഇങ്ങനെ അങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്ത് വരലായിരുന്നു ഏറ്റവും ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ലേൺ ചെയ്യാന്നുള്ളതിനേക്കാളും ഡിഫിക്കൽട്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്യാന്നുള്ളത്. ആ സ്റ്റീരിയോ ടൈപ്സ് ഒരു ചിന്താഗതികൾ ബ്രേക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ ലേൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓഫ് കോഴ്സ് ഈ ഇന്റർനാഷണലി ഉള്ള ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി, ഇത് ഇന്റർനാഷണലി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നീച്ചാണ് ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്, ഈ മെറ്റേണിറ്റി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇവിടെ നമ്മളുടെ ഒരു കൾച്ചറിലാണ് അത് ഇച്ചിരി ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ആയത്. അപ്പം ഒരുപാട് ഇന്റർനാഷണൽ മെന്റേഴ്സിന്റെ വെബ്സൈറ്റ് വഴിയും ഓൺലൈൻ ട്യൂട്ടോറിയൽസ് ഒക്കെ എടുത്ത് ലേൺ ചെയ്യുമായിരുന്നു ആദ്യം ചെയ്തത്. റെഫറൻസ് വെച്ച് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ നല്ല ആക്സെപ്റ്റൻസ് കിട്ടാൻ തുടങ്ങി ആ തുടക്കത്തിൽ. അപ്പം എന്തായാലും ഇതിൻ്റെ സാധ്യതകളെ കൂടുതൽ അറിയാം, ചെയ്തു നോക്കാം, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ പ്രൊഫഷണലി നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പം എന്തായാലും അത് പ്രൊഫഷണലി തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ന്യൂ ബോൺ സേഫ്റ്റിയിൽ, ബിക്കോസ് ന്യൂ ബോൺ ഫോട്ടോഗ്രാഫിയിൽ വരുമ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫീനേക്കാളും ബേബീസാണ്, ബേബിയുടെ സേഫ്റ്റി അതാണ് പ്രയോറിറ്റി വരുന്നത്. അപ്പം ന്യൂ ബോൺ സേഫ്റ്റിയിൽ ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ളൊരു അക്കാഡമിയിൽ നിന്ന് ന്യൂ ബോൺ സേഫ്റ്റിയിൽ സർട്ടിഫിക്കേഷൻ എടുത്തു. ഓക്കെ. അപ്പോൾ ആദ്യം ഇതിൽ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്ന സ്വന്തം മോനെ വെച്ചിട്ട് തന്നെയാണോ ഈ ഫോട്ടോ ഒക്കെ ആദ്യം എടുത്തു തുടങ്ങിയത് ന്യൂ ബോണിന്റെ? അതെ, മോന്റെ ഫോട്ടോസ് എടുത്തിരുന്നു. പിന്നെ ഫ്രണ്ട്സിന്റെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പം അങ്ങനെയായിരുന്നു തുടക്കം. ഫ്രണ്ട്സിന്റെ കൊച്ചുങ്ങളുടെ ഫോട്ടോയും കൂടി എടുത്തിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. മോന്റെ ഫോട്ടോസും എടുത്തിട്ടുണ്ട്. മോൻ ജനിച്ച് 1 വീക്കിനകത്ത് മോന്റെ ഫോട്ടോസ് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഓക്കെ, മിഥുവിന്റെ പേജ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം അതിനകത്തുള്ള ആ ആക്സസറീസ്, യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, കുട്ടികളെ റാപ്പ് ചെയ്യുന്ന രീതി എല്ലാം ഒരു ഭയങ്കര യുണീക്ക് സ്റ്റൈലിലായിട്ട് തോന്നുന്നുണ്ട്. അതെങ്ങനെയാ മിഥുവിന്റെ തന്നെ ഇൻട്രസ്റ്റിൽ ഡെവലപ്പ് ചെയ്തെടുത്തതാണോ? ഓൾറെഡി
ഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് ന്യൂ ബോൺ ഫോട്ടോഗ്രാഫിയിൽ. ആ. തുടക്കത്തിൽ നമ്മൾ അത് തന്നെയാണ് അപ്ലൈ ചെയ്ത് വരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് ആവും തോറും ഓക്കെ നമുക്ക് ഐഡിയാസ് തോന്നും, ഓക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം, ഇങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ ഓരോ ബേബിയും ഓരോ ഷൂട്ടും ഓരോ ബേബി തരുന്ന എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ചിലയിടത്ത് നമുക്ക് ക്രിയേറ്റീവ് ആവാനുള്ള, നമുക്ക് ന്യൂ ഐഡിയാസ് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാനുള്ള ടൈമും ആ ഒരു സമയം കിട്ടും. അപ്പം ട്രൈ ചെയ്യും. പേരൻസ് ഇപ്പോൾ സജഷൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ടോ? സാധാരണ ഞങ്ങൾക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വേണം, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഉണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. റെഫറൻസ് പിക്ചേഴ്സ് അയച്ചു തരുന്നവരുണ്ട്. അല്ല മിഥുനാണ് കൂടുതൽ അറിയുന്നത്, അപ്പം മിഥുൻ്റെ ചോയ്സ്, മിഥുൻ്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി എന്ന് പറയുന്നവരും ഉണ്ട്. എന്തൊക്കെയാണ് ഇതിനുള്ള ഒരു സജഷൻസും ഇത് പറയുന്നത്? നല്ല രീതിയിൽ മെറ്റേണിറ്റി ഷൂട്ട് ചെയ്യാനായിട്ട് ഏത് മാസങ്ങളിലായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട്? മെറ്റേണിറ്റി ആണെങ്കിൽ 7 months കഴിഞ്ഞ് 3rd trimester സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സമയമായിരിക്കും. എന്ന് വെച്ചാൽ ഒത്തിരി ഡെലിവറിയോട് അടുക്കുന്ന ടൈം ആവുകയും ചെയ്യരുത്. 3rd trimester സ്റ്റാർട്ട് ചെയ്ത ഉടനെയുള്ള മന്തിൽ ചെയ്യുന്നതാണ് ബെസ്റ്റ് ടൈം മെറ്റേണിറ്റിയുടെ കാര്യത്തിൽ. ന്യൂ ബോൺ ആണെങ്കിൽ ജനിച്ച് 2 weeks 5 to 15 daysനകത്താണ് നമ്മൾ ബെസ്റ്റ് ടൈം പറയുന്നത്. ഓക്കെ. മാക്സിമം ഇൻ കേസ് ഇഫ് അത്രയും ആ ഒരു 2 weeksനകത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം 1 month 40 daysനകത്ത് ആണെങ്കിൽ നമുക്ക് ന്യൂ പറഞ്ഞ റാപ്പ് ചെയ്തിട്ടൊക്കെയുള്ള അങ്ങനത്തെ ഫോട്ടോസാണ് നമ്മുടെ മൈൻഡിലെങ്കിൽ അത് ചെയ്യാൻ പറ്റുക ഈ ഒരു 1 month പീരീഡിനകത്ത്. പിന്നെ ബർത്ത്ഡേ ഷൂട്ട്സും ഇത് ചെയ്യാറുണ്ടല്ലോ 6 months. ഇപ്പോൾ മൈൽ സ്റ്റോൺസ് ഒരു ബേബിയുടെ ലൈഫിലെ ഒരു 1 year ലൈഫ് വരെയുള്ള മൈൽ സ്റ്റോൺസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം മിഥുവിൻ്റെ സ്റ്റുഡിയോയിൽ ഇപ്പം അതിനുള്ള അറേഞ്ച്മെന്റ്സും ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓൾറെഡി ഇപ്പം ക്രിസ്മസ് സീസൺ ആണല്ലോ. ഇപ്പം ക്രിസ്മസ് ഷൂട്ട്സ് ഫാമിലി പിക്സ് ഒക്കെ എടുക്കാനുള്ള രീതിയിൽ അതിൻ്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നതായിട്ട്? നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ നമ്മൾ മിനി സെഷൻസ് ഉള്ള രീതിയിൽ ഓണം, ക്രിസ്മസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സെറ്റപ്സ് അറേഞ്ച് ചെയ്യാറുണ്ട് എക്സ്ക്ലൂസീവ്ലി ഫെസ്റ്റിവൽ സീസണിന് വേണ്ടിയിട്ട്. അതല്ലാതെ ന്യൂ ബോൺ നമുക്ക് സ്റ്റുഡിയോ ഉള്ളത് എക്സ്ക്ലൂസീവ്ലി ന്യൂ ബോൺ ആൻഡ് മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡിയോ ആണ്. അപ്പം സ്റ്റുഡിയോയിൽ വന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഔട്ട് ഓഫ് കൊച്ചി ആണെങ്കിൽ നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ്. വീട്ടിലേക്ക് നമ്മൾ അതിന് വേണ്ടിയുള്ള തിങ്സ് എല്ലാം കൊണ്ടുപോയി അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഹോം സെഷൻസും അവൈലബിൾ. എന്തെങ്കിലും ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ഓർമ്മയിലുണ്ടോ ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാൻ പോയതിൻ്റെ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. എല്ലാ ഷൂട്ടും രസമാണ്. യാത്രകൾ രസമാണ്. ഷൂട്ടിന് വേണ്ടിയിട്ട് പോകുന്ന യാത്രകൾ. പിന്നെ ഇപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് പറയല്ല. പക്ഷെ പല ഇപ്പം ഒരുപാട് ഇയേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് ഒരു 10 വർഷത്തിലധികമൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ഉണ്ടാവുന്നപ്പോൾ ഒരു ഫാമിലിയിലോട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പം അവരുടെ ആ ഒരു സന്തോഷവും അതിന്റെ ഭാഗമാവാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനത്തെ ഒരുപാട് ഷൂട്ടുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത് തരുന്നൊരു എക്സ്ട്രാ സന്തോഷം ഫീലിംഗ് ഉണ്ട്. ഓക്കെ. അപ്പം മിഥുവിൻ്റെ തന്നെ ഡെലിവറി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഡെലിവറി സ്റ്റോറി ആയിട്ടൊക്കെ. ബർത്ത് ഷൂട്ട് ഫോട്ടോസ് എടുത്തായിരുന്നു. അത് എനിക്ക് എൻ്റെ ബർത്ത് ഫോട്ടോസ് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് അത് എന്താ പറയാ, മിഥുവിൻ്റെ ഒരു ആഗ്രഹപ്രകാരം ചെയ്തതാണോ അത്? ആണ്. നമുക്ക് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഫോട്ടോസ്. ബിക്കോസ് എനിക്ക് എൻ്റെ ബർത്ത് എന്നെ ഭയങ്കരമായിട്ട് ട്രാൻസിഷൻ ചെയ്തിട്ടുള്ള ആസ് എ പേഴ്സൺ, ആസ് എ വുമൻ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റാണ് ബർത്ത് എന്ന് പറയുന്നത്. അതെൻ്റെ ലൈഫിൽ ത്രൂ ഔട്ട് എൻ്റെ ബർത്ത് മാത്രമല്ല, ഞാൻ ബർത്ത് ഷൂട്ട് ചെയ്യാൻ പോയിട്ടുള്ള മൊമെൻ്റ് ആണെങ്കിലും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ ബർത്ത് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ട്രാൻസ്ഫോം ആയിട്ടുണ്ട് മെൻ്റലി ഞാൻ. അപ്പം ആ ഫോട്ടോസ് കാണുമ്പം ഞാൻ ലൈക്ക് സെൽഫ്, എൻ്റെ ഒരു വുമൺ എന്ന് പറയുന്നത് എത്ര പവർഫുള്ളാണ്, നമ്മൾ ക്രിയേറ്ററാണ് എന്നുള്ള ഒരു എനർജി ഇപ്പോഴും ഫീൽ ചെയ്യും. പിന്നെ ഇപ്പം 8 വർഷമായി ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് മിഥുവിന് എങ്ങനെയാ ഇൻട്രസ്റ്റ് വന്നത്? സാധാരണ ആണുങ്ങളാണല്ലോ അന്നത്തെ കാലത്തൊക്കെ ഈ ഫോട്ടോഗ്രാഫി ഇത് പഠിക്കുക, ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുക എന്ന് പറയുന്ന ഒരു റെയർ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അന്നത്തെ കാലത്ത് എന്തായിരുന്നു ആ ഒരു ഡിഫറൻസ്? ആക്ച്വലി ഞാൻ മാസ് കോം ആൻഡ് ജേർണലിസം ആയിരുന്നു PG ചെയ്തത്, മാസ്റ്റേഴ്സ് ചെയ്തത്. എന്നിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്ത് കോളേജ് ലെക്ചറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളി. ബട്ട് ഐ നെവർ തോട്ട് എന്താ പറയുക, ഞാൻ ഫോട്ടോഗ്രാഫർ ആ ഒരു കരിയറിലോട്ട് വരുന്നത് ഞാൻ ആ സമയത്തൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ആ സമയത്ത് ഭയങ്കര കത്തിച്ചലിക്കുന്ന ജേർണലിസ്റ്റ് ആവണം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ.
പിന്നീട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചേഞ്ച് ആവുമല്ലോ. പിന്നെ പിന്നെ എൻ്റെ പാർട്ട്ണറെ കണ്ടെത്തിയതിന് ശേഷം പുള്ളിയും ഫോട്ടോഗ്രാഫി ഫീൽഡ് തന്നെയാണ്. അങ്ങനെ അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റും. അറിയാനും വർക്ക് ചെയ്യാനും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം പോലെയല്ലല്ലോ അതല്ലാതെ വരുമ്പം. അപ്പം അങ്ങനെ അടുത്തറിയുന്നത്. പിന്നെ നമ്മൾ ഒരുമിച്ച് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫി ഫേം ഉണ്ടായിരുന്നു. അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അതിൻ്റെ ആ ഒരു ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതും അതിലോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ. അപ്പം മിഥുന് എങ്ങനെയാ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധാരണ ആൾക്കാരെങ്ങനെയാ കണക്ട് ചെയ്യുന്നത്? ഇപ്പോൾ കൂടുതൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇപ്പോൾ കണക്ഷൻ വരുന്നത്. വെബ്സൈറ്റ് ഉണ്ട് നമുക്ക്. വെബ്സൈറ്റ് ത്രൂവും എൻക്വയറി വരുന്നുണ്ട്. ഇപ്പം 2 കൊച്ചു കുട്ടികളാണുള്ളത്. അതെ. അതും ഈ പ്രൊഫഷനുമായിട്ട് എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു മൊത്തം ഫാമിലിയും എല്ലാവരും? കുഞ്ഞുങ്ങള് ഇപ്പം നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവർക്ക് അറിയാം ഷൂട്ടും കാര്യങ്ങളൊക്കെ പറയും. അമ്മയുടെ പ്രൊഫഷൻ ഇതാണ്. അറിയാം. അപ്പം പ്രശ്നമില്ല. ഒന്നായി മാനേജ് ചെയ്ത് പോകുന്നു. പിന്നെ ഇപ്പം നമ്മളങ്ങനെ ഓഫ് കോഴ്സ് വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എസ്പെഷ്യലി ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. പാരൻസിനെയും ഫാമിലീസിനെയാണ് ഡെയിലി ലൈഫിലെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ലൈക്ക് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമുക്കും ഉണ്ട്. അപ്പം അതിനു വേണ്ടി ടൈം എന്താ പറയുക കണ്ടെത്താനായിട്ട് ഇപ്പം കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് മക്കളുടെ കൂടെ ആയിരിക്കാൻ ആ ഫാമിലി ടൈം കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നു. പോകുന്നു. എന്താണ് ഭാവി പരിപാടികൾ, പ്ലാൻ, ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തെ പ്ലാൻ? 5 വർഷത്തെ ഒന്നും പ്ലാൻ ഇട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ബർത്ത് ഫോട്ടോഗ്രാഫി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബർത്ത് ഡോക്യുമെന്റേഷൻസ് അറ്റ് ഹോസ്പിറ്റൽസ്. സോ അതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ഇത് ചെയ്യുന്നത്? നമുക്ക് ഈ ഡേറ്റും കാര്യങ്ങളും ഒക്കെ അത് പ്രശ്നം വരാറുണ്ടോ ഡെലിവറി ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്? ഡെലിവറി ഷൂട്ട് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഓൺ കോൾ ഉണ്ടാവേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. ഞാൻ പറഞ്ഞല്ലോ ബർത്ത് ഇറ്റ്സ് ലൈക്ക് ബർത്ത് ഡോക്യുമെന്റ് ചെയ്യുന്നത് ഒരു എന്താ പറയുക വല്ലാത്തൊരു എനർജിയാണ്. നമ്മളിങ്ങനെ ഒന്നേന്ന് ലൈക്ക് നമ്മൾ ഭയങ്കര ഗ്രൗണ്ടഡ് ആവും. നമ്മൾ എത്ര നിസ്സാരമാണെന്നും അല്ലെങ്കിൽ നമ്മൾ എത്ര പവർഫുൾ ആണെന്നും നമ്മുടെ എനർജി എത്രത്തോളം ആണ്. പലരും ഇപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു സമയം വരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിയാക്കല് ഒക്കെ ഇത്രയേ ഉള്ളൂ, കാറ്റടിച്ച പറന്നു പോകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളവരായിരിക്കും. പക്ഷെ ഒരു ബർത്ത് എന്ന് പറയുന്ന ഒരു മൊമെന്റിലോട്ട് വരുമ്പോഴത്തേനും അതെ, അപ്പം അത് വേറെ ഒന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഈ ഓരോ ബർത്ത് ഇപ്പൊ എൻ്റെ സ്വന്തം ബർത്തിന്റെ കാര്യം, ആ സ്വന്തം ബർത്തിലാണ് അങ്ങനത്തെ ഒരു തോട്ട് വന്നതെങ്കിലും പിന്നീടുള്ള ഷൂട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഓരോ ബർത്തും വിറ്റ്നസ് ചെയ്യുമ്പം ഭയങ്കര എനർജിയാണ്, ഭയങ്കര ഒരു ട്രാൻസിഷൻ തരുന്ന ഒരു മൊമെന്റ് ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി. അതുപോലെ ഇനിയിപ്പം ബർത്ത് ഡോക്യുമെന്ററിയും കൂടെ ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഫേസ് ചെയ്യാറുണ്ട്? അന്ന് 8 വർഷം മുമ്പ് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഒരു ഫീലാണോ ഇപ്പോഴും ഈ ബർത്ത് ഡോക്യുമെന്ററി തുടങ്ങുമ്പോഴും തോന്നുന്നത്? ബർത്ത് ഡോക്യുമെന്റേഷൻ അത് ലൈക്ക് എല്ലാവർക്കും ചിലപ്പം ചിലർക്ക് പ്രൈവസി വിഷയങ്ങൾ ഉള്ള, അത് ഡിപ്പെൻസ്. അത് ഓരോരുത്തരുടെയും എന്താ പറയാ പേഴ്സണൽ ഇഷ്ടം തന്നെയാണ്. അതിൽ നമുക്ക് ബർത്ത് ചെയ്യുന്നൊരു മൊമെന്റ് ക്യാപ്ചർ വേറൊരാളുടെ പ്രസൻസ് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും അവരുടെ ഒരു അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ. അപ്പം ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് ആയി വരുന്നേ ഉള്ളൂ ആളുകൾ. പക്ഷെ സ്റ്റിൽ നല്ല ഇപ്പം ആളുകൾ എൻക്വയർ ചെയ്യുന്നുണ്ട് ഡോക്യുമെന്റ് ചെയ്യാനും. അത് പിന്നീട് ആ ബർത്ത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത ആ ഫോട്ടോസിന്റെ ആ ഒരു വാല്യൂ എത്രത്തോളം ആണെന്ന് ആളുകൾ തിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളൊരു ചിന്ത. ഓക്കെ. അപ്പം ഇനി മിഥു പറഞ്ഞു നെറ്റ് പാസ്സായി വേറൊരു ഫീൽഡായിരുന്നു മിഥു പഠിച്ചത്. അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്കാണ് എത്തിപ്പെട്ടത്.
എന്താണ് ഇപ്പം മിഥുന് തോന്നുന്നത്? അല്ലെങ്കിൽ അതുപോലെ ഒരു ചേഞ്ച് സ്വിച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, ഈ ഇന്റർവ്യൂ കാണുന്ന കുട്ടികൾ. അവരോട് എന്തായിരിക്കും മിഥു പറയുന്ന ഒരു അഡ്വൈസ്? അത് എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പഠിച്ചപ്പം ഫോട്ടോഗ്രാഫിയും നമുക്ക് അതിനകത്ത് ചിത്രം ഉണ്ടായിരുന്നു. പിന്നെ ഈ മീഡിയ Teaching ഫീൽഡ് field തന്നെയാണ്. വിട്ടിട്ട് ടീച്ചിങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ടൈം ടു ടൈം ഒരു 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 ജോലി. പുസ്തകത്തിനകത്ത് ചെയ്യുന്ന ഒരു ജോബ് എന്നുള്ളതിൽ നിന്ന് ഇത് നമ്മളുടെ ഓൺ ബിസിനസ്, നമ്മളുടെ ടൈം നമ്മൾ മാനേജ് ചെയ്ത് പോയി ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡാണ്. അതിൻ്റെ എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണെങ്കിലും ടൈം ടു ടൈം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത് അത്ര താല്പര്യം. കംഫർട്ടബിൾ ആയിരുന്നില്ല. ആ. അപ്പം ഇപ്പോൾ ഈ ഓൺ ബിസിനസ് നമ്മൾ തന്നെ നമ്മളുടെ ലൈഫ് പാറ്റേൺ ടൈമിംഗ് ഒക്കെ നമുക്ക് തന്നെ മാനേജ് Decide ചെയ്യാൻ ചെയ്യാം. പറ്റുന്ന ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കാന്ന് പറയുന്നത് ഭയങ്കര പ്രിവിലേജ് ആണ്. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ആ. എനിക്ക് എൻ്റെ ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫാമിലി ടൈം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം, എനിക്ക് ട്രാവൽ ചെയ്യാൻ ടൈം. അത് വലിയ കാര്യമാണ്. സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനും പറ്റുന്നുണ്ട്. ആരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനില്ല. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ചെയ്യാൻ നമ്മൾ ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റുക പറയുന്നത് വലിയ കാര്യമാണല്ലോ. സോ അങ്ങനെ ഒരു ഇപ്പൊ ഇങ്ങനെ സ്വിച്ച് ചെയ്യണോ, അതായത് ഈ ടൈം ലിമിറ്റിൽ നിന്ന് ജോലി ചെയ്യണോ, അതോ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? പാഷൻ ഫോളോ ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. ഓഫ് കോഴ്സ് പാഷൻ ഫോളോ ചെയ്യാം. ലേറ്റ് ആവാതിരിക്കുക. പിന്നത്തേക്ക് വെച്ചിട്ട് എന്താ പറയുക, ഏർലിയസ്റ്റ് പോസിബിൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൾ ഉണ്ട്. ഓക്കെ, ഇതാണ് എനിക്ക് പറ്റുന്നത്, ഇത് ചെയ്ത് നോക്കിയാൽ കൊള്ളാം എന്നൊരു തോട്ട് മൈൻഡിലുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അത് സ്റ്റാർട്ട് ചെയ്യ്. പിന്നെ വരുന്നിടത്ത് വെച്ച് നോക്കാം. അത് ഇവോൾവ് ചെയ്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പല തടസ്സങ്ങൾ പറഞ്ഞ് അതൊരു വെയിറ്റ് struggling period ചെയ്യാതിരിക്കുക. എപ്പോഴും അതെ, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. ഇറ്റ് വിൽ ബി ദെയർ ഓൾവേസ്. ഒരു നമ്മൾ ഒട്ടും ഒരു സാലറീഡ് ജോബ് അല്ലാത്തതിന്റെ റിസ്ക് എന്തായാലും അതെ ഉണ്ടാവും സ്വന്തമായിട്ട്. ഇൻകൺവീനിയൻസുകളൊക്കെ കാണും. അതിൻ്റെ സ്ട്രഗിൾ കാണും സ്റ്റാർട്ടിങ്ങിൽ പുതിയൊരു കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷെ വൺസ് അത് ചടിക്കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് ബോസ്. നമ്മളെ രക്ഷപ്പെട്ടു. അതെ, പിന്നെ അത് ആ ഒരു ഫ്ലോയിൽ പോവും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് മിഥു, ഇത്രയും സമയം എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി തന്നതിന്. ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? യു ക്യാൻ സീ മൈ വർക്ക്സ് ഇൻ ഇൻസ്റ്റാഗ്രാം, മിഥു ശ്രീനിവാസ് ഫോട്ടോഗ്രാഫി. വർക്ക്സ് ഒക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ഇതൊരു പുതിയ ഫീൽഡാണല്ലോ. അപ്പം അതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അതിലേക്ക് ആയി വരണം. കൂടുതലും പേരൻസ് ആയിരിക്കും ഈ വക പേജൊക്കെ ഇങ്ങനെ നോക്കുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഈ ഇപ്പം മെറ്റേണിറ്റി ആൻഡ് ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് ഒരാൾക്ക് ഇപ്പം Gift ചെയ്യാം, നമ്മളുടെ അതെ. ഫ്രണ്ട്സ് ഓർ ഫാമിലി എക്സ്പെക്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ പാരൻസ് ആയിട്ടുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഓപ്ഷനാണ്. അത് ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ തിങ്സ് കൊടുക്കുന്ന പോലെയല്ല. അത് ഇറ്റ്സ് എ ലൈഫ് ടൈം മൊമെന്റ് അല്ലെങ്കിൽ ഗിഫ്റ്റാണ്. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ട് അത് തുറന്ന് നോക്കുമ്പോഴും നമുക്കത് they will remember you. അതെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ് ഒരു ഷൂട്ട് എന്ന് പറയുന്നത്. ഒരു ഫാമിലി ഷൂട്ട് അല്ലെങ്കിൽ ന്യൂ ബോൺ ഷൂട്ട്, മെറ്റേണിറ്റി ഷൂട്ട് എന്ന് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മിഥു. നന്നായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. Okay.